ഹരി ഓം. വിഷ്ണു സഹസ്രനാമ സ്തോത്രം ശ്ലോകം 97. ശുഭംഗോ ലോകസാരംഗ സുതന്തുസ്തന്തുവർദ്ധന ഇന്ദ്രകർമ്മ മഹാകർമ്മ കൃതകർമ്മ കൃതാഗമ. ഹരി ഓം. ഹരി ഓം. 782 നാമം ശുഭംഗ. മനോഹരങ്ങളായ അവയവങ്ങളോട് കൂടിയവൻ, ആ അംഗങ്ങളോട് കൂടിയവനായിട്ട് ധ്യാനിക്കപ്പെടേണ്ടവൻ എന്ന അർത്ഥത്തിൽ ശുഭംഗ. 783 നാമം ലോകസാരംഗ. ലോകങ്ങളുടെ സാരത്തെ, ഈ ലോകത്തിന്റെ ഒരു അർത്ഥത്തെയും അർത്ഥമില്ലായ്മയെയും കുറിച്ച്, സാരംഗം എന്നാൽ ഭൃംഗം, ഒരു വണ്ട് പുഷ്പത്തിലെ തേനിനെ എന്ന പോലെ ഗ്രഹിക്കുന്നു. അപ്പോൾ ഭഗവാൻ ഈ ലോകത്തിലെ അർത്ഥത്തെയും നിരർത്ഥകതയെയും കൃത്യമായി മനസ്സിലാക്കുന്നവനാണ് എന്ന്. ഏതുപോലെ എന്നാൽ ഒരു വണ്ട് ഒരു പൂവിൽ നിന്ന് തേൻ മാത്രം എടുക്കുന്നത് പോലെ. അപ്പോൾ അർത്ഥത്തെ മാത്രം എടുക്കുക, ഈ ലോകത്തിൽ എന്തിനു വന്നുവോ ആ ലക്ഷ്യം മാത്രം മുന്നിൽ കണ്ട് ജീവിക്കുക. ഇങ്ങനെ ജീവിക്കാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുന്നു. കാരണം ഭഗവാൻ ആ രീതിയിൽ ഒരു വിവിക്തസ്ഥനായിട്ട്, വ്യതിരിക്തനായിട്ട് ഈ ലോകത്തിൽ ആത്മാവായിട്ടിരിക്കുമ്പോഴും ഒന്നിനോടും ഒട്ടിച്ചേരാതെ ഭഗവാൻ എങ്ങനെ ജീവിക്കുന്നുവോ അതുപോലെ ജീവിക്കാൻ തൻ്റെ ഭക്തന്മാരെയും ഭഗവാൻ ഉപദേശിക്കുന്നു. അങ്ങനെ ആ ഭഗവാൻ അങ്ങനെ ആയതിനാൽ ലോകങ്ങളുടെ സാരത്തെ ഒരു ഭൃംഗം സാരംഗം എന്ന പോലെ ഗ്രഹിക്കുന്നു എന്നതിനാൽ ലോകസാരംഗ. ഇനി മറ്റൊരു അർത്ഥം പറയുന്നു, ലോകസാരം, ഈ ലോകം ഉണ്ടാവാൻ കാരണമായത് എന്ന അർത്ഥത്തിൽ. ലോകസാരം എന്നാൽ പ്രണവം. ആ പ്രണവ മന്ത്രം കൊണ്ട് പ്രാപിക്കപ്പെടേണ്ടവൻ എന്നർത്ഥം, ഗ്രഹിക്കപ്പെടേണ്ടവൻ എന്ന അർത്ഥത്തിൽ ലോകസാരംഗ. 784 നാമം സുതന്തുഹു. ശോഭനമായ തന്തു. തന്തു എന്നാൽ വംശപാരമ്പര്യം, അത് ഉള്ളവൻ. സുതന്തുഹു. ഭഗവാനാണ് ഈ പ്രപഞ്ചത്തിന്റെ മൂലകാരണം. അപ്പോൾ ഒരു കാരണവർ എന്ന പോലെ ഏറ്റവും മുതിർന്ന ഒരാളായിട്ട് ഭഗവാൻ അവിടെ ഇരിക്കുന്നത് പോലെ സങ്കല്പിച്ചാൽ പിന്നീട് ഇങ്ങോട്ടുള്ള എല്ലാ സൃഷ്ടിയും ആ വംശ പരമ്പരയാണ്. അങ്ങനെ ആ ഒരു വലിയ വിസ്തീർണമുള്ള വംശ പാരമ്പര്യമുള്ളവൻ എന്ന അർത്ഥത്തിൽ സുതന്തുഹു. 785 നാമം തന്തുവർദ്ധന. ഈ ഒരു വംശ പാരമ്പര്യത്തെ എത്ര വേണമെങ്കിലും വർദ്ധിപ്പിക്കാൻ ആർക്ക് സാധിക്കും? ഭഗവാന് സാധിക്കുന്നതാണ്. അങ്ങനെ പ്രപഞ്ചരൂപമായ തൻ്റെ വംശത്തെ, തന്തുവിനെ വർദ്ധിപ്പിക്കുന്നവൻ എന്ന അർത്ഥത്തിൽ തന്തുവർദ്ധന. 786 നാമം ഇന്ദ്രകർമ്മ. ഇന്ദ്രലോകം അല്ലെ, സ്വർഗലോകം. സ്വർഗലോകം എന്നാൽ എല്ലാ ഐശ്വര്യങ്ങളും തികഞ്ഞ ഒരിടമാണ്. അപ്പോൾ ഇന്ദ്രന്റെ കർമ്മം എന്ന് പറയുന്നത് ഐശ്വര്യമുള്ള കർമ്മമാണ്. അങ്ങനെ ഇന്ദ്രന്റെ കർമ്മം പോലെ ഐശ്വര്യ സ്വരൂപങ്ങളായ കർമ്മങ്ങളുള്ളവൻ എന്ന അർത്ഥത്തിൽ ഇന്ദ്രകർമ്മ. 787 നാമം മഹാകർമ്മ. ആകാശം തുടങ്ങിയ മഹാഭൂതങ്ങളെ സൃഷ്ടിക്കയാൽ അത്തരം വലിയ കർമ്മങ്ങൾ ചെയ്യുന്നവൻ എന്ന അർത്ഥത്തിൽ മഹാകർമ്മ. 788 നാമം കൃതകർമ്മ. കൃതാർത്ഥനാണ് ഭഗവാൻ. ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ മനസ്സിലുണ്ടാകുന്ന ഒരു സംതൃപ്തി, അതാണ് കൃതാർത്ഥത. അത് ഉള്ളവൻ കൃതാർത്ഥനായതിനാൽ സർവവും കൃതമായി കഴിഞ്ഞു. താൻ ചെയ്യണമെന്ന് ഉദ്ദേശിച്ച കർമ്മങ്ങളൊക്കെ കൃത്യമായി ചെയ്തു കഴിഞ്ഞു എന്നർത്ഥം. അത് അങ്ങനെ ചെയ്താൽ ഉണ്ടാകുന്ന ആ ഒരു കൃതാർത്ഥത, ആ കൃതാർത്ഥതയോടെ ഇരിക്കുന്നവൻ എന്ന അർത്ഥത്തിൽ കൃതകർമ്മ. 789 നാമം കൃത ആഗമഃ. കൃതാഗമഃ. വേദം അഥവാ ശ്രുതി, സ്മൃതി ഇവയൊക്കെയാണ് ആഗമങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആഗമങ്ങളെ കൃതം ചെയ്തവൻ, നിർമ്മിച്ചവൻ എന്നർത്ഥത്തിൽ കൃതാഗമഃ. ഹരി ഓം.